ഇതൊരു സ്വിഫ്റ്റ് ഡീസൽ വാഹനമാണ്. ഈ വണ്ടിയില് ഓണം ഓഫർ ആയിട്ട് അല്ല, ഓണത്തിന്റെ ഓഫർ കൊടുക്കുന്നത്. എവിടുന്ന് കിട്ടുന്നേക്കാളും വില പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും. റേറ്റ് അവസാനം പറഞ്ഞുതരാം. ഇത് മോഡൽ 2014 രജിസ്ട്രേഷൻ വാഹനമാണ്. VDI ആണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് ഇല്ല, റീപ്ലേസും കാര്യങ്ങളും തട്ടുമുട്ട് പേർക്ക് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ടച്ചപ്പും കാര്യങ്ങളല്ലാണ്ട്. അതെ അതെ. വണ്ടി മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ്. വണ്ടി എല്ലാ ഭാഗം നോക്കാണ്, എല്ലാം ഫിറ്റ് ആണ്. ഒരു കസ്റ്റമറിന് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വാഹനമാണ്. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇത് എത്ര ലാസ്റ്റ്? ഇത് നമുക്ക് ലാസ്റ്റ് ടൈം അല്ല, നിങ്ങൾ പറഞ്ഞ ഓണം ഓഫറിൽ നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 3 ലക്ഷം രൂപ 3 ലക്ഷം ലോണും കൊടുക്കാം. ഓക്കെ, ഫുള്ള് ലോണിൽ കേട്ടോ. KL14 ബ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട്? കുറെ ആയാലും കണ്ടിട്ട്. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോ 2 മാസം മേലെ ആയിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെയുണ്ട്? കച്ചവടമൊക്കെ എന്തുപാട്? വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓണത്തിന്റെ ഓഫറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഒക്കെ വണ്ടികൾ വില ഒക്കെ പൊട്ടിച്ചു തരും ഓണം ആയതുകൊണ്ട്. ഇത് ശരിക്കും ഓണം ഓഫറാണ് കേട്ടോ. ഇപ്പോ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാല് യൂട്യൂബിലാണെങ്കിൽ ഏത് ചാനൽ ഏതിലാണെങ്കിലും ഓഫർ ഓഫർ ഓഫർ. നമ്മള് അവിടെ പോയി നോക്കുമ്പോൾ ഒരു ഓഫറും ഇല്ല. വെറുതെ ഓണത്തിന്റെ പേര് പറഞ്ഞിട്ട് ഓഫർ ഓഫർ. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഇവിടെ ശരിക്കും ഓണം ഓഫർ ഉണ്ട്. അപ്പോ ഒരു ഓണാശംസകളൊക്കെ പറഞ്ഞാല്. അപ്പൊ എല്ലാവർക്കും ഐറൈഡ് യൂസർക്കാരന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ കൂടെ എന്നെയും കൂട്ടിക്കോ. KL14 ഓണാശംസകൾ. പിന്നെ ഇപ്പൊ മാക്സിമം എത്ര വണ്ടികൾ സ്റ്റോക്കുള്ള? ഏകദേശം ഒരു 40-45 വണ്ടികൾ ഉണ്ടാവൂല. ഇവിടെ യാർഡില് ഒരു 30 ഉണ്ട്. ബാക്കി വീട്ടില് അവിടെ ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും റയർ പീസൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ, മൂപ്പരെ അത് ഒപ്പിച്ച് തരും. പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണ്ടോ? പഴയ വണ്ടിക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണ്ടല്ലോ. ഓക്കെ, മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. ബഡ്ജറ്റും ഉണ്ട്, ഏറ്റവും ഹൈ ബഡ്ജറ്റ്. അതെ, ബഡ്ജറ്റ് കൂടിയുണ്ട്. അത് ഈ 7 സീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ എർട്ടിക 2, 3 ഉള്ളത്. 2 പീസ്. അത് ചെറിയ ബഡ്ജറ്റിൽ കിട്ടും കേട്ടോ. മെയിൻ ആയിട്ട് 5 സീറ്റർ വണ്ടികളാണ് ഇവിടെ കൂടുതലുള്ളത്. ഒരു ഇത്യോസ് ലിവ 2 കളറിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റില്, അല്ല വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നല്ല പറയല്. ഓക്കെ, 2 പീസ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലോ. ഇത് കറക്റ്റ് എങ്ങനെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം? ലൊക്കേഷൻ പെരിന്തൽമണ്ണ ഊട്ടി റോഡില് ഒരു 2 കിലോമീറ്റർ വന്നാൽ പൂപ്പന നടന്ന സ്ഥലം. ഒരു മാധ്യമം 10 ഓഫീസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിനകത്ത് വിളിച്ചാൽ അതില് വിളിക്കട്ടെ ആരെങ്കിലും ആവശ്യക്കാർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ച് ലാഗ് അടിപ്പിക്കണ്ട, ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോവാം. ഒരു സ്വിഫ്റ്റ് ഡീസൽ വാഹനമാണ്. ഈ വണ്ടിയില് ഓണം ഓഫർ ആയിട്ട് അല്ല, ഓണത്തിന്റെ ഓഫർ കൊടുക്കുന്നത്. എവിടുന്ന് കിട്ടുന്നേക്കാളും വില പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും. റേറ്റ് അവസാനം പറഞ്ഞുതരാം. ഇത് മോഡൽ 2014 രജിസ്ട്രേഷൻ വാഹനമാണ്. VDI ആണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് ഇല്ല, റീപ്ലേസും കാര്യങ്ങളും. തട്ടുമുട്ട് പേർക്ക് മേജർ ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ടച്ചപ്പും കാര്യങ്ങളല്ലാണ്ട്. അതെ അതെ. വണ്ടി മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ്. വണ്ടി എല്ലാ ഭാഗം നോക്കാണ്, എല്ലാം ഫിറ്റ് ആണ്. ഒരു കസ്റ്റമറിന് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വാഹനമാണ്. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇത് എത്ര ലാസ്റ്റ്? ഇത് നമുക്ക് ലാസ്റ്റ് ടൈം അല്ല, നിങ്ങൾ പറഞ്ഞ ഓണം ഓഫറിൽ നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 3 ലക്ഷം രൂപ 3 ലക്ഷം ലോണും കൊടുക്കാം. ഓക്കെ, ഫുള്ള് ലോണിൽ കൊടുക്കാൻ വണ്ടിയല്ല. ഓക്കെ, ഈ സിറ്റി കാറിലൊക്കെ പെട്രോൾ വാഹനമൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയല്ല. ഈ മോഡൽ എത്ര വരുന്നത്? 15 ആണ്. 2015 ആണ്. ഓപ്ഷൻ തന്നെ VX Type 2 പെട്രോൾ വാഹനമാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 98,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിക്ക് എന്തുപാട്? മേജർ ആക്സിഡന്റ് ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ. കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക്കലൊക്കെ പക്കയാണ്. ഒന്ന് നോക്കാം. ലാലോയിസ് കാര്യങ്ങളൊക്കെ 4 അലോയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ കയറ്റിയതാണ്. മിററൊക്കെ നല്ല ബ്ലാക്ക് കളറിലേക്ക്. ഫോൾഡിംഗ് മിറർ അല്ല? ഫോൾഡിംഗ് മിറർ ആണ് തന്നെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അതെ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 3,85,000 ചോദിക്കുന്നത്. 3,85,000. 3,50 വരെ ലോണും അവൈലബിൾ ആണ്. ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും. പെട്രോൾ വാഹനം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അല്ല, പെട്രോൾ വണ്ടി കുറെ ആൾക്കാർ ഈ പെട്രോൾ വാഹനം ഇങ്ങനത്തെ വണ്ടി എപ്പോഴും എൻക്വയറി ചെയ്യുന്ന വാഹനമാണ്. അതെ, അതായത് Type 2 പെട്രോൾ വാഹനം കമ്മിയാണ് പൊതുവെ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസം. നമുക്ക് എപ്പോഴും എൻക്വയറി കൂടുതൽ വരുന്ന വാഹനമാണ്. അതെ.
അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. ഇത് ടൈപ്പ് 2 ലാസ്റ്റ് ഇറങ്ങിയ ഒരു വാഹനമാണ്. ഒരു 2017 അല്ല മോഡല്, 2017 ഡിസംബറിൽ സിംഗിൾ ഓണർഷിപ്പിൽ VDI. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. VDI ആണ്. അലോയ്സ് എക്സ്ട്രാ കേട്ടിട്ടുണ്ട്, ഡുവൽ കളറിൽ 2 കളർ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് RC ഇൻക്ലൂഡ് ആണ്. ഇല്ല, അത് സ്റ്റിക്കറാണ്. സ്റ്റിക്കറാണല്ലേ? ഇൻക്ലൂഡ് ആവില്ല, അത് ഇൻക്ലൂഡ് ആവില്ല. ഓക്കെ. വണ്ടി എന്തുപാട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ഓടി? 4 വീൽ അലോയ് വീലുണ്ട്. 140 ഓടിയിട്ടുണ്ട്. 140 ഓടി. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം. അതെ അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ. മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ്. ഒന്നും ചെയ്യാനില്ല. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ചേലുണ്ട് കാണാൻ. അതെ. എത്ര ചോദിക്കണേ? ഇത് 485 ചോദിക്കണേ. 450 വരെ ലോണും നമുക്ക് കൊടുക്കാം. 450 ലോൺ കിട്ടും. 485 നിങ്ങൾ ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. അതെന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആണ്. അത് ആള് വന്ന് നോക്കി അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് കുറച്ച് കൊടുത്തെങ്കിൽ പിന്നെ ഫുള്ള് ലോണിൽ എടുക്കാലോ. ഏകദേശം ഫുള്ള് ലോണില്ല, 4.5 കൊടുക്കാൻ കഴിയില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. ഓക്കെ ഓക്കെ. എന്നാലും ചെറിയൊരു പൈസ പോക്കറ്റിൽ ഇടേണ്ടി വരും. ചെറിയ പൈസ വേണ്ടി വരും. വണ്ടി 2017 ഡീസൽ ഓപ്ഷൻ വരുന്ന VDI, റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് പരിക്ക് ഒന്നും ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി ആലുവ പോലത്തെ വണ്ടിയാണ്. അപ്പൊ ബാണാൻ വിളിച്ചോ. അതിന്റെ I10 ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചത് മാനുവൽ ആണ്. അപ്പൊ 2 PC ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഏതാണ് മോഡൽ തന്നെ? ഇത് 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് വേരിയന്റിൽ ഓട്ടോമാറ്റിക്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ടോപ്പ് അല്ലേ? ടോപ്പല്ല, ടോപ്പിന്റെ നേരെ താഴത്തെ വരുന്നല്ലേ? ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ് ഒന്നും ഇല്ലാത്ത മെക്കാനിക് ഫിറ്റ് ആണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 260 കൊടുക്കാം. 260. ഹൂണ്ടായിന്റെ I10 ഗ്രാൻഡ് ആണ്, മാനുവൽ വാഹനമാണ്. ഇത് ഏതാണ് മോഡല്? ഇത് 2012. ഓക്കെ. 2012 മേഘന ഓപ്ഷൻ ആണത്. ഓപ്ഷൻ വരുന്ന മേഘനയാണ്. ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 78,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 78 ഓടിയിട്ടുണ്ട്. അത്ര ഓടിക്കുള്ളൂ. ഓക്കെ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ല. തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. വണ്ടി മെക്കാനിക് ഫിറ്റ് ആണല്ലോ? ഫിറ്റ് ആണ്. അതുണ്ടായി അങ്ങനെ വലിയ കംപ്ലൈന്റ് വരാത്തൊരു വാഹനമാണ് ഈ I10. നല്ല ക്വാളിറ്റി ഉള്ള I10 കംപ്ലൈന്റ് അങ്ങനെ വരുന്നില്ല. വളരെ കുറവാണ്. മെയിൻ്റെനൻസ് കമ്മിയാണ്. വളരെ കുറവാണ്. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 1.75 ആണ് ആസ്ക് ചെയ്യുന്നത്. ഏകദേശം 1.5 വരെ ലോൺ അവൈലബിൾ ആണ്. ലോൺ 1.5 രൂപ കിട്ടും തന്നെ. 25 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും. വണ്ടി എല്ലാ ഭാഗം നോക്കണം, ഫിറ്റ് ആണല്ലോ, നല്ല വണ്ടി. ഒരു വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഹൂണ്ടായിന്റെ I20 ആക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. ഇത് പെട്രോൾ വാഹനം. മോഡൽ എത്ര? 2016 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 4 അലോയ് വീല്. എക്സ്ട്രാ കയറ്റിയതാ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കമ്പനിയിൽ വന്നതാണ്. അലോയ്സ് ഉണ്ടാവും. സീറ്റ് കവർ ഒക്കെ ചെയ്ത് വൈപ്പർ, ആൻഡ്രോയിഡ് സെറ്റ്, എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനം. മിറർ ഫോൾഡർ കാര്യങ്ങള്, സ്റ്റാറിംഗ് കൺട്രോള്, എയർ ബാഗ്, എയർ ബാഗ് ഒക്കെ വരുന്നത് എല്ലാ സെറ്റപ്പ് ഉള്ള വണ്ടി. I20 നല്ല സ്പെഷ്യൽ എഡിഷനിൽ വന്നാണ്. ഇതൊരു SUV ടൈപ്പ് അല്ലേ? XUV ടൈപ്പ്. ഒരു XUV, ഏകദേശം ചെറിയ മിനി XUV ആണ്. അതെ, ഒരു മിനി SUV ടൈപ്പ് ആണ്. അതെ. ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് ഏകദേശം 120, 130 ഓടിയിട്ടുണ്ട്. അത് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 17 കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് തന്നെ. മാനുവൽ എന്തെങ്കിലും പരിക്കുണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ 16 മോഡൽ എന്നുള്ള അതിനുള്ള ചെറിയ ഇതെല്ലാം ഉണ്ടോ? ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്കൊരു 3.5 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് ലോണിൽ ഇത് കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് ലോൺ. ഒരു 7 സീറ്റർ വണ്ടിയാണ്, എർട്ടിഗ ആണ്. ഇത് എങ്ങനെയാണ്? 2013 VDI ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. മെയിൻ്റെനൻസ് എല്ലാത്തിനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ്. എന്തെങ്കിലും റീപ്ലേസ് മറ്റുണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. മേജറും ഇല്ല, മൈനറും ഇല്ല, ഒന്നുമില്ല. ഒരു വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ടാക്സിക്കാർക്ക് ഉണ്ടെങ്കിൽ ടാക്സിക്കാർക്ക് പറ്റിയ വാഹനമാണ്. ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റർ അന്വേഷിക്കുന്ന ആൾക്കാർക്കും പറ്റും. നല്ല മൈലേജുള്ള 7 സീറ്റർ അല്ലേ? അതെ. ഓൾക്ക് ഈ ടാക്സിക്കാർക്ക് പറ്റും, യൂബർ ഒക്കെ ഇതിനൊക്കെ പറ്റിയ ചെയ്യുന്ന അങ്ങനത്തെ ടീംസിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. ഇത് എത്ര ആസ്ക്? ഇത് നമ്മള് 4.10 ആസ്കിങ്. പിന്നെ വില എന്തെങ്കിലുമൊക്കെ നേരിട്ട് വന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം. 4.10 ചോദിക്കുന്നുണ്ട്, വില കൊടുക്കും. ഓക്കെ. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒരു 50 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഇറക്കാം. അതേപോലെ ബാക്കി ലോൺ കൊടുക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. അപ്പൊ ബാണങ്ങ് വിളിച്ചോ. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത് ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കൂല? എത്ര മോഡലാണ് വരുന്നത്? 2018 മോഡൽ. 18. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ G4 G4 ആണല്ലേ?
ഓക്കെ, മാനുവൽ വണ്ടി. മാനുവൽ. ഓക്കെ, ഓട്ടൊക്കെ എങ്ങനെയുണ്ട്? ഓട്ടോ ഏകദേശം 1.80 ഓടിയിട്ടുണ്ട്. 1.80 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ? ജെനുവിൻ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയിൽ വണ്ടിയാണ് തന്നെ. കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല, ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റി അലുവ കഷ്ടപ്പെട്ട വണ്ടിയാണ് കേട്ടോ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് NOC 12 ചോദിക്കുന്നത്. NOC യിലാണെങ്കിൽ 12.50 ചോദിക്കുന്നത്. നമ്പർ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ടാക്സിന്റെ പൈസ ഇൻക്ലൂഡ് ആവും. വീണ്ടും ഒരു ഇറ്റിയോസ് ലിവ 2 കളറിൽ വരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ. 16 വീഡിയാണ്. വീഡി മിഡിൽ ഓപ്ഷൻ അല്ലേ? അതെ, ഫുള്ളിന്റെ നേരെ താഴത്തുള്ളത്. അലോയ്സ് കാര്യങ്ങള്, എയർ ബാഗ് ഒക്കെ. ഓക്കെ, ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ഇതില്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. എല്ലാ സെറ്റും ഉണ്ടല്ലേ? ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.30 കാണിക്കുന്നുണ്ട്. ഞാൻ ഗ്യാരണ്ടി പറയില്ല, കാരണം അതർ സ്റ്റേറ്റ് വാഹനം ആയതുകൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, നമ്പർ മാറി വേണ്ടിയല്ലേ? നമ്പർ മാറിയുണ്ട്. മലപ്പുറം മാറ്റിയിലേക്ക് നമ്പർ മാറിയാണ്. അതെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടാവില്ല? ഇതിന് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഇല്ല, ഒന്നും മാറിയിട്ടില്ല. അതർ സ്റ്റേറ്റിന് വന്ന വണ്ടിയാണ് കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. ഇതിന്റെ മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. പിന്നെ മെക്കാനിക് ഫിറ്റ് ആണ്. ഒന്നും നോക്കാനില്ല, എണ്ണടിച്ച ഓടാല. അത്രേ ഉള്ളൂ. കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല. എടുക്കുന്ന ആൾക്ക് എണ്ണടിച്ച ഓടാം. ഇത് എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ്? ഇത് നമ്മള് 5 ലക്ഷം ആണ് ആസ്ക് ചെയ്യുന്നത്. 5 ലക്ഷം ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓക്കെ, മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് ഒരു 10-25 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം മതി. ഇവിടെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, റിഡ്സ് കാറാണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2015 അതർ സ്റ്റേറ്റ് വാഹനമാണ്. പുറത്തുനിന്ന് വന്ന വണ്ടിയാണ് തന്നെ. ഓക്കെ, 15 മോഡലാണ്. ഓക്കെ, വീഡിയോയിൽ കൺവേർട്ട് ആക്കിയിട്ടില്ല. ഓക്കെ, LD-യിൽ 2 ഡോർ പവർ വിൻഡോ വരൂല്ലേ? ഒന്നും വരുന്നില്ല അല്ലേ? ഓക്കെ. വണ്ടി മോഡൽ എത്ര? 15 നിങ്ങൾ പറഞ്ഞു കിട്ടല്ലേ? ഓക്കെ. ഓട്ടൊക്കെ എത്ര? ജെനുവിൻ ആണോ? അതർ സ്റ്റേറ്റ് വാഹനം നമ്മൾ അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റും. അതെ, മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് ഫിറ്റ് ആണ്, ഒന്നും നോക്കാനൊന്നുമില്ല. എല്ലാ ഭാഗവും കംപ്ലൈന്റ് കാര്യങ്ങളും ഫോൾട്ട് ഒന്നും ഇല്ല അല്ല? ഓക്കെ, എത്ര നിങ്ങൾ? നമ്മള് 2.75 ആസ്കിങ്. ഏകദേശം ഒരു 2.50 വരെ ലോൺ നമുക്ക് കിട്ടൂല്ലേ? വന്ന് നെഗോഷ്യബിൾ ആണ് വില. നമുക്ക് എന്താ വെച്ചാൽ ഇഷ്ടപ്പെടുന്ന അതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പൊട്ടിച്ചു തരും. ചോദ്യം നോക്കണ്ട കേട്ടോ, വില താത്തി തരും. പിന്നെ ആകെ 10-20 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ കിട്ടുന്ന ആൾക്ക് ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. എർട്ടിക നോക്കാം, ഡീസൽ വണ്ടിയാണ് അല്ല? ഡീസലാണ്. എത്ര മോഡൽ? 2014 മോഡൽ. 14 മോഡൽ വീഡിയോ ആണ്. ഓപ്ഷൻ വീഡിയോ എത്ര ഓടിയിട്ടുണ്ടാവും? 1.30 ഓടിയിട്ടുണ്ട്. 1.35. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ്. റീപ്ലേസ് കാര്യങ്ങൾ? റീപ്ലേസിംഗ് 4 ടയർ പുതിയതുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഈ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ചെയ്തതാണ്. അതെ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വേറെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി വീഡിയോയിലെല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നുണ്ടോ? ബാക്ക് വൈപ്പർ ഒന്നും വരില്ല. ഓക്കെ, വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്, വേറെ തട്ടുമുട്ട് വരുത്തൊന്നുമില്ല. മെക്കാനിക്കൽ ഫിറ്റ് ആണ്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 4.5 ലക്ഷം ചോദിക്കും. 4.50 ചോദിക്കുന്നുണ്ട്. 2014 മോഡൽ ഓപ്ഷൻ വരുന്ന വീഡിയോ ആണ്. ഇത് എത്ര പൈസ ഇറക്കാൻ പറ്റും? ലോൺ 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാം. 50 ഉറുപ്പിക മതി അല്ലേ? ഓക്കെ, വണ്ടി ക്വാളിറ്റിയാണ്. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. നിസാൻ ഡാറ്റ്സൺ ആണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2014 മോഡൽ ഡാറ്റ്സൺ ഗോ ആണത്. ഓക്കെ, കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. 2014-15 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഓക്കെ, മാനുവൽ വണ്ടി. അത് 60-65 ഓടിക്കുള്ളൂ. ചെറിയ ഓട്ടോ ആണ്. 60-65 ഓടിക്കുള്ളൂ. ജെനുവിൻ ഓട്ടോ അല്ലേ? ജെനുവിൻ. ചെറിയൊരു ആവശ്യക്കാരന് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റിയ വലിയ വാഹനം. അതെ, ചെറിയൊരു ബഡ്ജറ്റില് ഒരു മയം വെയിലും കൊള്ളാതെ കൊണ്ട് നടക്കാൻ പറ്റിയ നല്ല കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനം. അതെ, അത്യാവശ്യം നല്ല കുറച്ച് വീതി ഉണ്ടല്ലോ വണ്ടി. വീതി നീളമൊക്കെ ഉണ്ട്. ഒരു ഹാച്ച്ബാക്കിന്റെ അത്ര വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ? തേർഡ് ഓണർഷിപ്പ് ആണ്. അത്ര ആയിട്ടുണ്ടല്ലേ? വണ്ടി റീപ്ലേസ്മെന്റും ഇല്ല? മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പക്ക വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമ്മള് 1.60 ചോദിക്കുന്നത്. 1,60,000 രൂപക്ക് 2014 മോഡല് 15 റൈസൺ ആയിട്ടുള്ള ഡാറ്റ്സൺ ഗോ പെട്രോൾ വാഹനം അല്ല? ഓക്കെ,
ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റൂലേ? ഫുള്ള് ലോണ് ഇല്ലെങ്കിലും ഒരു ഏകദേശം ഒരു 1.5 ലോണ് നമുക്ക് കൊടുക്കാം. കിട്ടൂലേ? ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം, വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ ഒരു സെൻ എസ്റ്റിലോ, ഇത് എങ്ങനെയാണ് മോഡല്? 2011 മോഡല്. സീരീസ് എഞ്ചിനാണ്. മൈലേജ് സീരീസ് ആണ്. മൈലേജ് ഉള്ള വാഹനമാണ്. മൈലേജ് കൂടുതൽ കിട്ടും. അതെ, കൂടുതൽ കിട്ടും. ഓക്കെ. വണ്ടി ഓട്ടൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇത് 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 83 ഓടിയിട്ടുള്ളൂ തന്നെ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. അല്ല, 2011 വാഹനമാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചല്ലോ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. സാധാരണ 1 ലക്ഷത്തിന് മേലെ പോക്കുണ്ട് 10-15 വണ്ടികൾ. ഇത് ഓടിയിട്ടില്ല. ഇത് അത്ര ഓട്ടം വലുതായിട്ട് പോയിട്ടില്ല. അതെ. ഇത് എന്ത് പാട്? മെക്കാനിക്കലൊക്കെ നല്ല മെക്കാനിക്കാണ്. നല്ല മെക്കാനിക്കാണ്. ഇത് ഓപ്ഷൻ പിന്നെ LX ചെയ്യാം. എന്തൊക്കെ വരുന്നുണ്ട്? പവർ വിൻഡോ വരുന്നില്ലല്ലോ? 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. വണ്ടി എത്ര നിങ്ങള് ചോദിക്കുന്നത്? 1.45 ചോദിക്കുന്നത്. 1.45 ചോദിക്കുന്നുണ്ട്. 2011 LXi വണ്ടിയാണ്. വണ്ടി ക്വാളിറ്റി ആണല്ലേ? ക്വാളിറ്റിയാണ്. ചെറിയ രീതിയിലൊക്കെ ലോൺ വേണ്ട ആൾക്കാർക്ക് ഇതിന് ചെറിയ ലോണൊക്കെ കൊടുക്കാൻ പറ്റും. എത്ര? 1 ലക്ഷം വരെയൊക്കെ ലോൺ തന്നെ കൊടുക്കാം. 1 ലക്ഷം രൂപ ലോൺ കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കൂ. ബ്ലാക്ക് കളറിൽ വരുന്ന ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ്? ഇത് 2018 മോഡൽ. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. ഫ്രണ്ട് ലൈൻ ആണ് ഓപ്ഷൻ. ഫ്രണ്ട് ലൈൻ ആണ് ഓപ്ഷൻ. 90,000 കിലോമീറ്റർ ഓടിക്കാം. സെക്കൻഡ് ഓണർഷിപ്പ്. പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി തന്നെ. എത്ര മൈലേജ് കിട്ടും? മൈലേജ് കമ്പനി പറയുന്നത് 17 വരെ പറയുന്നത്. ഒരു 15 വരെ ഉണ്ട്. നല്ല റോഡും കാര്യങ്ങളൊക്കെ 15 വരെ കിട്ടും. പെട്രോൾ ആകുമ്പോൾ എന്താ നല്ല ഗുണം വെച്ചാൽ ഇതിന് കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. ഡീസലിന്റെ മാതിരി ടെൻഷൻ ഇല്ലാത്ത വണ്ടിയാണ് തന്നെ. പെട്രോൾ വണ്ടി ആകുമ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവില്ല. വളരെ കുറവായിരിക്കും. മെയിൻ്റനൻസ് കമ്മിയായിരിക്കും. വളരെ കുറവ്. ഇവിടെ ഈ ഫോർഡിന്റെ ഷോറൂം ഉണ്ടോ? പെരിന്തൽമണ്ണയിൽ സർവീസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഇവിടെ ഉണ്ടല്ലോ. അതിന്റെ ഈ പാർട്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? വേറൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ഷോറൂം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ വണ്ടി ചെയ്യില്ലാന്ന് മാത്രം. അതെ. അല്ല, കുറെ ആൾക്ക് പിന്നെ ഇതിന്റെ കമ്പനി ഇല്ല, പൂട്ടി പോയി എന്നൊക്കെ അങ്ങനെ ഒരു സംസാരം ഉണ്ട്. അതുകൊണ്ട് ചോദിക്കില്ലാന്ന് മാത്രമേ. തന്നെ പഴയ വണ്ടികൾക്ക് സർവീസ് ഇപ്പോഴും അവൈലബിൾ. ഓക്കെ. പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങള് മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ഒന്നും ഫോൾട്ട് ഒന്നുമില്ല. മെക്കാനിക് ഫിറ്റ് ആണ്, ഒന്നും നോക്കാനൊന്നുമില്ല. ഓക്കെ. എത്രക്ക് കൊടുക്കരുത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5,77,000. 5,75. 2018 മോഡലാണ് വരുന്നത്. ഫോർഡിന്റെ എക്കോസ്പോർട്ട് പെട്രോൾ മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യമാണെങ്കിൽ വന്ന് നോക്കിക്കോ. പിന്നെ ഓണത്തിന്റെ ഓഫർ ഉണ്ട്, വില താത്തി തരും. ഹ്യൂണ്ടായിന്റെ i20 ഡീസൽ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഒരു ഗ്രേ കളറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഗ്രേ. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? ഇത് 2016 രജിസ്ട്രേഷൻ. 15 മോഡല്, 16 രജിസ്ട്രേഷൻ. ഓക്കെ. ഡീസൽ മാഗ്ന വേരിയന്റ് ആണ്. മാഗ്നാണ്. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഇതിൽ വരൂല. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എല്ലാം. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടോ? ആൻഡ്രോയിഡ് അല്ല, സാധാ കമ്പനി സെറ്റാ. ഓക്കെ. ഓക്കെ. ടയറൊക്കെ നല്ല 80-90% ടയർ പുത്തൻ ടയറാണല്ലോ അല്ലേ? ടയറും കാര്യങ്ങളെല്ലാം നല്ല സീറ്റ് കവർ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് വണ്ടി. എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ ഉണ്ടാവോ? നല്ല തന്നെ നല്ല രീതിയിൽ കൊണ്ടു നടന്ന ഒരു വാഹനമാണ് കേട്ടോ. ഇത് എത്ര നിങ്ങള് ആസ്ക്? ഇത് നമ്മൾ ആസ്ക് ചെയ്യണ 4,25 ആണ്. ഏകദേശം ഒരു 4 ലക്ഷം വരെ ലോണും അവൈലബിൾ ആണ്. 4 ലക്ഷം രൂപ ലോൺ കിട്ടും. 10-25 എന്തായാലും നിങ്ങൾ വില കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കുമ്പോ ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോ. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ബഡ്ജറ്റില് i20 ഡീസൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം 20 കിലോമീറ്റർ വരെ മൈലേജും കിട്ടും അല്ല? അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ ഒരു വിറ്റാര ബ്രസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് മോഡല്? 2017 ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ പിന്നെ ZDI ആണ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1,70 ഓടിയിട്ടുണ്ട്. മാനുവൽ വണ്ടി അല്ലേ? മാനുവലാണ്. ഓട്ടം കുറച്ച് വൈഡാണ്. ഡീസൽ വണ്ടിയല്ലേ, കുറച്ച് അത്യാവശ്യം എന്തായാലും ഓടാൻ കിട്ടൂല. പിന്നെ ഇതൊക്കെ മൈലേജ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് പിന്നെ സീറ്റ് എണിക്കൂല ആൾക്കാർ. അങ്ങനെയുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ കയറിക്കണം. സെക്കൻഡ് ആണ്. എന്തൊക്കെ റീപ്ലേസ് ഉണ്ടോ വണ്ടി? മേജർ മൈനർ ഒന്നുമില്ല. എല്ലാ ഭാഗം നോക്കാണെങ്കിൽ ഫിറ്റ് ആണ് കേട്ടോ. ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മീറ്റ് എടുക്കാം. എന്തായാലും വില നമുക്ക് ചോദിച്ചു നോക്കാം. എത്രയാണ് ഇത് ആസ്ക്?
ഇത് നമ്മള് ആസ്കിങ് 6,00,000 650 2018 17 ZDI 2017 ZDI ആണ് 650 ചോദിക്കുന്നുണ്ട്. ആസ്കിങ് ആണ്, നെഗോഷ്യബിൾ ആണ്. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഹോണ്ടന്റെ ജാസ് ആണ്. ഇത് മോഡൽ എത്രയാണ്? 2016 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. അലോയ്സ് കാര്യങ്ങൾ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ബട്ടൺ സ്റ്റാർട്ട് ഇതിൽ വരുന്നില്ല. ഇറങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ. ബാക്ക് വൈപ്പർ, അതായത് എല്ലാ സെറ്റപ്പുള്ള ഒരു വാഹനമാണ്. 4 ടയർ പുതിയതുണ്ട്. 4 കടുമ്പത്തെ ടയർ ഉണ്ട്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 150 ഓടിയിട്ടുണ്ട്. 150 ഓടിയിട്ടുള്ള വണ്ടിയാണ്. എന്തായാലും മൈലേജ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ഓട്ടം കൂടുതൽ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ സീറ്റിന് അടിക്കൂല മൈലേജ് ഉണ്ടെങ്കിൽ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,60 ചോദിക്കുന്നത്. 4,60 2016 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ബാണാങ്ക് വിളിച്ചോ. കാണിച്ചു കൊടുക്കാം. 2 കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത്. ഇത് വണ്ടി നമ്പർ മാറിയ വണ്ടിയല്ലേ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. പെരിന്തൽമണ്ണയിലേക്കാണ് നമ്പർ ആയിട്ടുള്ളത്. മോഡൽ 18 രജിസ്ട്രേഷൻ. 17 മോഡൽ 18 വേരിയന്റിൽ നിൽക്കുന്ന വണ്ടി. നല്ല ഡുവൽ ടൂണിലേക്ക് കൺവേർട്ട് ആയതുണ്ട്. അത് കമ്പനിന്ന് വന്നതല്ല, നമ്മള് ഈ വണ്ടിയുടെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് കൺവേർട്ട് ആക്കിയതാ. നമുക്ക് തന്ന കസ്റ്റമർ കൺവേർട്ട് ആക്കി തന്നെ. RC-ലൊക്കെ ഇൻക്ലൂഡ് അല്ല? ഇപ്പൊ ഉള്ള കളർ ഇതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. RC-ൽ ഇൻക്ലൂഡ് ആണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഉള്ളില് നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ കാണാൻ തന്നെ ഒരു മഞ്ജു വേറെ. അത് വേറെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടാവും? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മേജർ ഒന്നുമില്ല. തൊട്ട് മുട്ടുപേർക്കൊന്നുമില്ല. മെയിൻ ക്ലാസ് ചിലപ്പോ മാറി കാണും. അതേപോലെ കാണിക്കുന്നൊന്നുമില്ല. ഈ അതർ സ്റ്റേറ്റ് വാഹനം വരുന്ന മിക്ക വണ്ടികൾക്കും മെയിൻ ക്ലാസ് ആണ് പ്രശ്നം. ഓക്കെ ഓക്കെ. അപ്പൊ ബോണറ്റ് ഇടിക്കൊന്നും മാറിയിട്ടൊന്നുമില്ല. എഞ്ചിനൊക്കെ പക്കാണ്. ടൊയോട്ടന്റെ പിന്നെ എഞ്ചിനൊക്കെ സൂപ്പർ വണ്ടി, സൂപ്പർ എഞ്ചിൻ അല്ല. ഓക്കെ, ഇത് ഓട്ടം ചെലവ് പറയാൻ കഴിയോ? അതും കഴിയില്ല. അതില് 1.20 കാണിക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അത് സാധ്യത ഉണ്ട് കറക്റ്റ് ആവാൻ. എത്ര കൊടുക്കാം? അവിടെ സിംഗിൾ ഓണറിൽ നിൽക്കുന്ന പ്രൈവറ്റ് വാഹനമാണ്. പ്രൈവറ്റ് വാഹനമാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. അതെ അതെ, ടാക്സി വന്ന വാഹനമല്ല. അതെ അതെ. ഇത് ഓട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഓട്ടത്തിൽ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 5.25. 5.25 ചോദിക്കുന്ന 5.25 ഇനി വന്ന ആള് ഇതില് ഓണം ഓഫർ ഇൻക്ലൂഡ് ആയില്ല. ഓഫർ ഇതിൽ നമ്മൾ കൊടുക്കും. ഓണത്തിന്റെ മുന്നേ വരുന്ന കസ്റ്റമറാണ് ഓണം ഓഫർ കൊടുക്കും. ഓക്കെ, അതായത് 5.25 മൂപ്പര് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓണത്തിന് മുമ്പ് ആരെങ്കിലും വന്ന് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ വില പൊട്ടിച്ചു തരും. അതും ഓണം ഓഫർ ആയിട്ട്. ഓക്കെ, ലോണൊക്കെ മാക്സിമം കയറും. ലോണൊക്കെ ഏകദേശം 80-90% ലോൺ കയറും അല്ലെ? ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നു. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഇയോൺ നോക്കാം അല്ലെ? ഇത് എങ്ങനെയാണ്? ഇത് 2014 മോഡല് മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ് ആണ്. സെക്കൻഡ് ഓണറിൽ ഏകദേശം 85,000 കിലോമീറ്റർ ഓടിക്കും. 85 ഓടിക്കും. റീപ്ലേസോ കാര്യങ്ങളൊന്നും തന്നെ അല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒരു മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല. എത്ര കൊടുക്കാം? 1.65 ആസ്കിങ്. 1.65 ആസ്കിങ്. മാറ്റം റേറ്റ് കൊടുക്കാം. വില കുറയൂല്ലേ? ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ലോണൊക്കെ കിട്ടുമോ? ലോൺ കിട്ടും. 14 മോഡലല്ലേ? ഏകദേശം 1.30-1.40 ലോൺ ലോൺ കിട്ടുമല്ലേ? 10-30 രൂപ ഉണ്ടെങ്കിൽ ലോൺ ബാക്കി ഇറക്കാം. അപ്പൊ 2014 വണ്ടിക്ക് ചോദിച്ചിട്ടുള്ള 1.65 നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ. ആൾട്ടോ കാർ പരിചയപ്പെടാം. നല്ല അടിപൊളി വണ്ടിയാണ്. ആദ്യം ഈ റെഡ് പറഞ്ഞു കൊടുക്കല്ലേ? ഇത് എങ്ങനെയാണ്? 2011 മോഡലാണ്. ഓക്കെ, LXi AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പവർ വിൻഡോ ഹൾട്ടോന് വരുന്നില്ല. ഇല്ല. ഓക്കെ, നല്ല രീതിയിൽ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ്. മെക്കാനിക് എന്ത് പാട്? നല്ല മെക്കാനിക് ഫിറ്റ് ആണ്. ഒന്ന് എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനൊന്നും ചെയ്യാൻ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ക്വാളിറ്റി വണ്ടി. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 1.25 ചോദിക്കുന്നത്. 1.25 ചോദിക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ ലോൺ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനൊക്കെ ലോൺ ഒരു 10-20 ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടി ഇറക്കാൻ പറ്റും. ഏകദേശം ഒരു 25 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ബാക്കി നിങ്ങൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ വാണാങ്ക് വിളിച്ചോ. 2011 LXi ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. 1.25 ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് AC പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടി ഇത്ര മാർക്കറ്റ് ഇല്ല. ഇതിനാണ് മാർക്കറ്റ് കൂടുതലുള്ളത്. അപ്പൊ ഇവിടെ ഒരു ബ്ലൂ കളറിൽ വരുന്ന വണ്ടിയാണ്. ഇത് നേവി അല്ലേ? നേവി കളർ. 2012 അൾട്ടോയിൽ ലാസ്റ്റ് ഇറങ്ങിയത്. 2012. ഓക്കെ, ടൈപ്പ് 1 ലാസ്റ്റ് ഇറങ്ങിയ വാഹനമാണ്. ഓക്കെ,
ഇത് എത്ര മോഡൽ? 12 മോഡലാണ്. എന്ത് പാട് വണ്ടി? ഇത് നല്ല വണ്ടിയാണ്, ഒന്നും ചെയ്യാലോ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. ഒരു 1.40 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. പിന്നെ ലോണും അവൈലബിൾ ആണ്. 1.40 നിങ്ങൾ ചോദിക്കുന്നുണ്ട്, വില താത്തി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കും. ലോൺ എത്ര കിട്ടും ഇതിന്? ലോണ് 1 ലക്ഷം എന്തായാലും കിട്ടും. കിട്ടുമല്ലേ? 1.5 വരെയൊക്കെ ചിലപ്പോൾ കിട്ടിക്കൂടാ. ഇതിന്റെ മെക്കാനിക് എന്തുപാട്? ഇത് നല്ല മെക്കാനിക്കാണ്. നല്ല മെക്കാനിക്കാണ് അല്ല, ഉള്ളിൽ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്യും. അടിപൊളി സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വിൻഡോ ഇല്ല, AC പവർ വിൻഡോ വരുന്നില്ല. നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. LXI ആണ് ഓപ്ഷൻ. LXI ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ബാണാങ് വിളിച്ചോ. സ്വിഫ്റ്റ് കാർ വെച്ച് കൊടുക്കാം. ഇത് മോഡൽ എത്ര? 2008 മോഡൽ. 2008 മോഡലാണ്. പേപ്പറൊക്കെ? പേപ്പർ 2028 വരെ ഉണ്ട്. എന്തല്ല ഡീസൽ വണ്ടിയല്ല? ഡീസൽ VDI ആണ് ഓപ്ഷൻ വരുന്നത്. മെക്കാനിക്കലൊക്കെ ഫുള്ളാണ്. ഇനിയിപ്പോ എടുക്കണതൊന്നും ചെയ്യാനൊന്നും ചെയ്യാനില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് പരിക്കൊന്നും ഇല്ല. നല്ല വണ്ടി. എത്ര കൊടുക്കാം? 1.75 നമ്മൾ ആസ്കിങ്. വില കുറച്ച് കൊടുക്കാം. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇവിടെ ഒരു വോക്സ്വാഗന്റെ പോളോ ഒരു നല്ലൊരു അട്രാക്ഷൻ കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് 2011 ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് പെയിന്റ് റീപെയിന്റ് ആണ്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് റീപെയിന്റ് ചെയ്ത വണ്ടിയാണ്. ചെയ്തതാണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഈ കളർ അവർ ഇഷ്ടത്തിന് മാറ്റിയതാണ്. അതെ. പെട്രോൾ വാഹനം ആയതുകൊണ്ട് ആൾക്കാരുണ്ട് ഇതിന്. ഒരു പെട്രോൾ വാഹനമാണ്. 1.2 ആണ്. എത്ര കൊടുക്കാം? 2.25 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഇതൊക്കെ ലോണൊക്കെ കിട്ടോ? ഇതിന് ലോണ് കിട്ടും. ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ